ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് സി ജി കഫേയിലാണ്. സി ജി കഫ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? എന്നാൽ നിങ്ങൾ ഒട്ടും പേടിക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞു തരാം സി ജി കഫേ എന്താണ്. സി ജി കഫയെ ഒറ്റ വാക്കിൽ റെസ്റ്റോറൻറ്റ് എന്ന് പറയാൻ പറ്റില്ല. കല്യാണ പാർട്ടികൾക്ക് ഫോട്ടോഷൂട്ടിനെല്ലാം പറ്റുന്ന ഒരിടമാണ് സി ജി കഫേ. കല്യാണ പാർട്ടികൾക്ക് മാത്രമല്ല, എല്ലാവിധ ഫോട്ടോഷൂട്ടുകൾക്കും ഈ സ്ഥലം നമുക്ക് അനുയോജ്യമാണ്. കൂടാതെ കുട്ടികൾക്കായിട്ടുള്ള ഒരു പ്രത്യേക പാർക്ക് കൂടെ ഇവിടെയുണ്ട്. ഏത് നട്ടുച്ച വെയിലത്തും സി ജി കഫേയിൽ ചെന്നാൽ നാച്ചുറൽ കൂളിംഗ് എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. സാധാരണയായി നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാൽ ചുവരുകൾക്കുള്ളിലാണ് നമ്മൾ സന്തോഷവേളകൾ ചെലവഴിച്ച് ഭക്ഷണം കഴിക്കാറ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. തികച്ചും എല്ലായിടത്തു നിന്നും വ്യത്യസ്തമായി പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം. പ്രിയപ്പെട്ടവരുമായിട്ടുള്ള സന്തോഷവേളകൾ നമുക്ക് ആസ്വദിച്ച് പങ്കിടാം. 2-3 വർഷം കൊണ്ട് കായ്ഫലം തരുന്ന വൃക്ഷത്തൈകളും ഭംഗിയാർന്ന ചെടികളും പച്ചയാർന്ന കുറ്റിച്ചെടികളും നമ്മളെ സി ജി കഫേയിൽ കിട്ടും. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഒരു റെസ്റ്റോറന്റ് കണ്ടത്. വിവിധ തരം ഫുഡ് ഐറ്റംസ് മികച്ച സർവീസിങ്ങിലൂടെ സ്വാദിഷ്ടമായവ നൽകുന്നു. കസ്റ്റമേഴ്സിന് ആർക്കും തന്നെ ഇവിടെ വന്നത് കുറ്റബോധം തോന്നി. കാക്കത്തോട് പാലത്തിനും അയനിക്കോടിനും ഇടയ്ക്കാണ് അത്. അപ്പോൾ എല്ലാവരും വന്നിട്ട് അവിടെ ഫുഡൊക്കെ കഴിക്കുക. നമുക്ക് എൻജോയ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ആരും കണ്ടില്ല, ഇതാ ഇങ്ങനെയുള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊന്നും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഇവിടെ വരണം, ഭക്ഷണം കഴിക്കണം. പക്ഷേ എനിക്ക് കുറ്റബോധം ഉണ്ട് കേട്ടോ. നമ്മുടെ അടുത്തുള്ള ഈ സി ജി കഫേ എന്ത് ഇതുവരെ ഞാൻ കാണാത്തത് എന്നതിൽ എനിക്ക് കുറ്റബോധം തോന്നുന്നുണ്ട്. എന്നെ പോലെ തന്നെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇവിടെ വന്നൊന്ന് കാണുക, എൻജോയ് ചെയ്യുക, ലൈഫ് അങ്ങോട്ട് ആസ്വദിക്കുക കേട്ടോ. ഇവിടെ മന്തി മാത്രമല്ല കേട്ടോ, പല ഐറ്റം ജ്യൂസുകളും അവിൽ മിൽക്ക്, ഐസ്ക്രീം, ഫ്രൈഡ് ചിക്കൻ, നമുക്ക് എന്ത് വേണോ അത് നമുക്ക് സി ജി കഫേയിൽ നിന്ന് കിട്ടും കേട്ടോ. സി ജി കഫേയിലെ മെനു ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ സി ജി കഫേയിലേക്ക് പെട്ടെന്ന് പോകുന്നുള്ളൂ കേട്ടോ. ചിക്കൻ മന്തി, അൽഫാം മന്തി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും വേഗം പോകുന്നുള്ളൂ കേട്ടോ. ഇതെല്ലാം ഇരുന്ന് കഴിക്കാനാണെങ്കിലും അടിപൊളി എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറാണ്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ഒരുപാട് കസേരകളും അതിഗംഭീരമായിട്ടുള്ള അലങ്കാരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഫുഡ്, ജ്യൂസ് ഐറ്റംസ് എല്ലാവരും കഴിക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൽ ഒരുപാട് ഐറ്റംസ് ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. നാരങ്ങ, പേരയ്ക്ക എന്നുവേണ്ട എല്ലാ ഒട്ടനവധി തൈകൾ ഇവിടെ നമുക്ക് ലഭ്യമാണ്. പിന്നെ ഒന്ന് പറയട്ടെ, സെക്കൻഡ് ഫ്ലോറിലാണെങ്കിലോ ഇവിടെ AC സൗകര്യങ്ങളോട് കൂടിയ ഒരുപാട് ചെയറുകളൊക്കെ ഇട്ടിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യാം. പിന്നെ തേർഡ് ഫ്ലോർ ആണെങ്കിൽ പറയും കേട്ടോ, ഇവിടെ ഒന്ന് മേലെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഒരുവിധ സ്ഥലങ്ങളൊക്കെ നമുക്ക് മേലെ നിന്ന് നോക്കിയാൽ കാണാം കേട്ടോ ഇവിടെ അടുത്തുള്ള. അപ്പോൾ വാ നമുക്കൊന്ന് പോയി നോക്കിയാലോ. ഇവിടെയുള്ള ആംബിയൻസ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇതെല്ലാവരും കാണേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ, നമ്മളെ അയനിക്കോടിലെ സി ജി കഫേ. അപ്പോൾ എല്ലാവരും പോകുന്നത് ഞാൻ എല്ലാ കാഴ്ചകളും ഇതിലൂടെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ സ്റ്റെപ്പ് കയറി മേലോട്ട് കയറുമ്പോൾ തന്നെ കാണുന്ന കാഴ്ചയാണ് ഇതൊക്കെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. റോഡിലൂടെ പോകുന്ന വണ്ടികളുടെ കാഴ്ചകളൊക്കെ ഇവിടുന്ന് നല്ല രസത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. മേലെ നിന്ന് നോക്കിയാൽ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ. പച്ച വിതച്ച പരവതാനിയിലൂടെയുള്ള ആ ഒരു കാഴ്ച നല്ലൊരു കാഴ്ചയാണ്. മനസ്സിനും ശരീരത്തിനും എല്ലാം നമുക്കൊരു കുളിര് തരുന്ന ഒരു അനുഭൂതിയാണ് കേട്ടോ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. പിന്നെ കൂടാതെ ഇവിടെ മേലെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത് സി ജി കഫേന്ന് അവർ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടോ, ചില്ലിലൂടെ ഉള്ളിലൂടെ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ തൂക്കിയിട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇതവിടെ അരുവി പോലെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ പാറകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും. അതൊക്കെ ഇവിടെ അടിപൊളിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. ഇത് കണ്ടില്ലേ, ചെടിച്ചട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടാം. ഇതൊക്കെ വിൽക്കാനുള്ളതാണ് കേട്ടോ.
ഇതാ ചെടിച്ചട്ടിയുള്ള സാധനങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡാൻസ് കാര്യങ്ങൾ എന്താണെങ്കിലും അത് നമുക്ക് വീട്ടിലോട്ട് പൈസ കൊടുത്താൽ കൊണ്ടുപോകാം കേട്ടോ. പിന്നെ ഇത് ഒരുപാട് കുട്ടികൾ ഇവിടെ കളിക്കുന്നുണ്ട്, അവരങ്ങനെ എൻജോയ് ചെയ്യാം കേട്ടോ. അതിനുള്ള പ്ലേസും കൂടെ ഇവിടെ ഉണ്ട്. മക്കൾ സന്തോഷമാണ് നമുക്ക് വലുത്. അവരുടെ കളിയും ചിരിയും കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു കുളിരാണ് അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും മക്കളെ കൊണ്ടിട്ട് ഇവിടെ എൻജോയ് ചെയ്യാൻ വരും കേട്ടോ. അവർക്കൊരു സന്തോഷമാവട്ടെ. അപ്പം ഇതൊക്കെ സെയിൽസിനുള്ള ചെടികളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും വാങ്ങുകയും ചെയ്യാം. നമ്മളിവിടെ വന്നാൽ നമ്മൾ ഒരു നഴ്സറിക്ക് പോകുന്ന അനുഭൂതി കിട്ടും. നമുക്കൊരു കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു എൻജോയ്മെൻറ്റിങ് സ്ഥലവും കൂടിയാണ് കേട്ടോ. പിന്നെ പോരാതെ നമുക്ക് ഫുഡും കഴിക്കാം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു സ്ഥലത്തേക്ക് വന്ന പല ആവശ്യങ്ങളാണ് നടക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് കേട്ടത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് ആർക്കും വിശ്വസിക്കാനാവില്ലല്ലേ. കേട്ടില്ലെങ്കിൽ കേൾക്കണം, കഴിച്ചില്ലെങ്കിൽ കഴിക്കണം. ഇപ്പോൾ ഇതാ വൈകുന്നേരം ഒരു 6 മണിയായിട്ടുണ്ട്. ഇവിടെ ലൈറ്റൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഈ മരച്ചില്ലകളിലൂടെയൊക്കെ അവിടെ ലൈറ്റൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ടിട്ട് കാണാനൊക്കെ. വൈകുന്നേരം ആകുമ്പോഴേക്കും എന്താ ഒരുപാട് ആളുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് കണ്ടിട്ടില്ലേ കാണാം. പിന്നെ കൂടാതെ ഇവിടെ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ചാർജിങ്ങും ഉണ്ട് കേട്ടോ. അതിന് പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ചാർജ് ഇല്ലെങ്കിൽ നമ്മളിവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കണ ആ സമയം കൊണ്ട് നമുക്ക് വണ്ടി ചാർജ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. പൊളിയാണ്. ഹൈവ എന്താല്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. ഒരു കൂളിങ്സ് ഒക്കെയാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ. ഇവിടെ നോക്കുമ്പോൾ ഇതാ റോഡിലൂടെ പോകുന്ന വണ്ടികളൊക്കെ കാണാം. അടിപൊളിയാണ്, കണ്ടില്ലേ. അപ്പോൾ ഇതാ എവിടെയെന്ന് എല്ലാവർക്കും അറിയില്ലേ, CG കഫേ കേട്ടോ. അറിയാത്തവർക്കായിട്ട് ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, CG കഫേയിൽ എല്ലാവരും വരിക. അപ്പോൾ ഇതാ മേലെ നിന്ന് ഞാൻ നോക്കുമ്പോൾ കാഴ്ച കണ്ടത് ഫ്രണ്ട്സുകൾ തമ്മിലുള്ള സംസാരങ്ങളും നമുക്കൊന്ന് മനസ്സ് തുറക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതിന് മേൽക്കൂര സെറ്റാക്കുന്നത് സോളാർ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് മഴയൊന്നും കൊള്ളൂല, വെയിലൊന്നും അടിക്കില്ല. പിന്നെ കൂടാതെ നമുക്ക് സോളാർ ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള 2-3 കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഇവിടെ മേൽക്കൂര മേഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഒരു ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മേലേക്കൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ ഓരോ പ്ലാനിങ്ങിലൂടെ നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളിതാ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചു കേട്ടോ. നമ്മൾ ഒരുപാട് ഫ്രണ്ട്സായിട്ട് കേട്ടോ ഇവിടെ വന്നത്. ഞങ്ങളെല്ലാവരും യൂട്യൂബ് ചാനലുള്ളവരാണ്. അപ്പോൾ എല്ലാവരും നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തായാലും അഗോനും കൊണ്ടാട്ടോ പോയിരുന്നത്. അവനെന്തായാലും ഉഷാറാക്കി കേട്ടോ. നല്ല ഹാപ്പിയായി ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ കേട്ടോ. കുട്ടികൾക്ക് ഇപ്പോൾ മന്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ അതനുസരിച്ച് ഞാൻ അവനെയും കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, അടിപൊളിയല്ലേ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കും. എല്ലാവരും ഈ ചാനൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്